തിരുവനന്തപുരത്തോട്ടൊന്ന് പോകാം. ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ധനവില വർധന ബാധിക്കുന്നത് തിരുവനന്തപുരത്തെ യാത്രക്കാരെ കൂടിയാണ്. തിരുവനന്തപുരത്ത് ഗോപാലുണ്ട്. ഗോപാൽ, ഗുഡ് മോർണിംഗ് ഗോപാൽ. എന്താണ് തിരുവനന്തപുരത്തേക്ക് ഈ പൈസ കൂടിയതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലേ? തിരുവനന്തപുരത്തിന്റെ ഒരു പൾസ് എങ്ങനെയാണ്? കൊച്ചിയിലൊക്കെ ചിലരൊക്കെ പറയുന്നത് യുദ്ധമല്ലേ വേണ്ടി വരും എന്നൊക്കെ പറയുന്നു. ചില ആളുകൾ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രതികരണം? പെട്രോൾ ഡീസൽ വില കൂടിയിരിക്കുന്നു. 100 രൂപ പിന്നിട്ട് 115 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു പെട്രോൾ. തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, ഒട്ടും ഗുഡ് അല്ല തിരുവനന്തപുരത്തെ കാര്യങ്ങൾ എന്നതാണ് ഇതിൽ ഏറ്റവും കൃത്യമായി തന്നെ സൂചിപ്പിക്കേണ്ടതായിരുന്നത്. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഒരു പ്രധാനപ്പെട്ട വലിയ പമ്പിലാണ്. ഇവിടുത്തെ ഇന്നത്തെ വില വിവരം നമുക്ക് ഈ മോണിറ്ററിൽ കാണാൻ സാധിക്കും. 115.50 രൂപയാണ് ഇന്നത്തെ പെട്രോൾ വില. ഡീസലിന്റെ വില തൊട്ടപ്പുറത്ത് തന്നെയായുണ്ട്, 104.41. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 ദിവസം കൊണ്ട് 8 രൂപയാണ് ഇന്ധന വിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു ഓട്ടോ ചേട്ടനുണ്ട്. ഓട്ടോ ചേട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. ചേട്ടാ, ഡീസൽ വില കൂടിയത് അറിഞ്ഞായിരുന്നു? 3-4 ദിവസം കൊണ്ട് കൂടിക്കൊണ്ടിരിക്കുകയില്ലേ? ഇന്ന് ഏതാണ്ട് 2 രൂപ, 2.61 കൂടിയത്. ഇപ്പോഴും കൂടിയിരിക്കുകയാണ്. എന്ത് ചെയ്യും? ഈ 2 രൂപ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. 8 എന്ന് പറഞ്ഞാലേ ആളുകൾക്ക് ഈ 14 ദിവസം കൊണ്ട് 8 രൂപയാണ് കൂടിയത്. ഒരു രക്ഷയില്ല. ഒരു 14-12 ദിവസം കൊണ്ട് 8 രൂപ മൊത്തത്തിൽ കൂടി ഡീസലിന് മാത്രം. എന്ത് ചെയ്യാൻ? അടിച്ചേ വെക്കൂ. അടിച്ചേ പറ്റൂ. അല്ലാതെ ഓടാതെ ജീവിക്കാൻ ഒക്കില്ലല്ലോ. ഈ വണ്ടി കൊണ്ടല്ല കുട്ടിക്കൊണ്ട് പോണ. അത് തന്നെ നടക്കണം. അവർ പറയുന്നത് ഓടാതെ ഒരു നിർവാഹമില്ല, മറ്റു വഴികളില്ല, എന്ത് ചെയ്യാനാണ് എന്നതാണ് ഇവിടെയുള്ളവർ പ്രധാനമായും ചോദിക്കുന്നത്. ഇവിടുത്തെ ഈ ചേച്ചിമാർ, അതായത് പെട്രോൾ അടിക്കാൻ വരുന്ന സ്ഥാപനത്തിലെ ചേച്ചിമാർ നേരിടുന്നൊരു പ്രശ്നമുണ്ട്. അവർ പറഞ്ഞത് പലരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കാരണം അതിരാവിലെയൊക്കെ വില കൂടുന്നത് കൊണ്ട് തന്നെ പലരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ വില കൂടിയിട്ടുണ്ട്, അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ഇത്ര രൂപയാണ് കേട്ടോ എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഇവിടെ ഒരു ഡെലിവറി ബോയ്, അവരാണ് മറ്റൊരു പ്രധാന പ്രതിസന്ധി നേരിടുന്നത്. ചേട്ടാ, പെട്രോൾ വില കൂടിയത് അറിഞ്ഞായിരുന്നു? രാവിലെ 12 ദിവസം കൊണ്ട് 8 രൂപയാണ്. ഇന്ന് 115 രൂപയാണ് ഇന്നത്തെ വില. ഒരു മിനിറ്റ്, എന്ത് ചെയ്യാ, ജോലിക്ക് പോയല്ലേ പറ്റുള്ളൂ. ഈ ഡെലിവറി ബോയ്സ് സ്ഥിരമായി ഓടുന്നവരാണ്. അവർക്ക് ഈ പെട്രോൾ വില വലിയ രീതിയിൽ ബാധിക്കില്ലേ? ലാഭമൊന്നും ഉണ്ടാവില്ലല്ലോ. ലാഭത്തിൽ കുറവ് വരും, നമുക്ക് കിട്ടുന്നതിൽ കുറവ് വരും. അതിനനുസരിച്ച് പെട്രോളിന് വില കൂടുന്നതനുസരിച്ച് അതിന്റെ ചെലവ് വരുമല്ലോ. അടിച്ചേ പറ്റൂല്ലേ? അടിച്ചേ പറ്റുള്ളൂ. ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് തന്നെയാണ് ഡോക്ടർ അരുൺ. പെട്രോൾ അടിക്കാതെ കാരണം ഇവർ 115 രൂപ പിന്നിട്ടു. ആ ഓട്ടോ ഡ്രൈവർ പറയുന്നത് എന്ത് ചെയ്യാ, ഓടാതിരിക്കാൻ പറ്റൂ, കഞ്ഞിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. നിസ്സഹായ അവസ്ഥയിലേക്ക് മനുഷ്യർ പോകുന്ന ഒരു അവസ്ഥയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് അതിനുള്ള സംവിധാനം ഉണ്ടാവും. ഇതിപ്പോൾ ക്യാബിനറ്റ് ഉണ്ട്, ക്യാബിനറ്റിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.